ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു വെറൈറ്റി മീൻപിടുത്തത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. ഇത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇന്ന് നമ്മൾ ഇവരോടൊപ്പമാണ് വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. വല ഇതേപോലെ വെള്ളത്തിനടിയിൽ ഇരിച്ച് വെച്ച് 4 സൈഡിൽ നമ്മൾ ഇറുക്കലോ കമ്പോ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് വലേൻ്റെ 4 സൈഡിൽ കമ്പ് കുത്തി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കുകയുള്ളൂ. നമുക്ക് പുറമേ നിന്ന് വലിക്കുമ്പോൾ ഇളകി പോരാൻ തക്ക രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ വലേൻ്റെ നടുഭാഗത്തായിട്ടാണ് തീറ്റ വെക്കുക. അപ്പോൾ ആ തീറ്റ എടുക്കാൻ വരുന്ന മീനെ നമുക്ക് കാണാം. പുറത്തുനിന്ന് തന്നെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക്. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. മീൻ വലയ്ക്കകത്ത് കയറിയതിന് ശേഷം പെട്ടെന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ പെല്ലറ്റും മൈദയും മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്താണ്. പിന്നെ കുറച്ച് നമ്മളെ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് തീറ്റയായിട്ട് എടുക്കുന്നത് നമ്മൾ. എന്നിട്ട് ഇതേപോലെ നമ്മൾ വലയുടെ നടുഭാഗത്തായിട്ടാണ് തീറ്റ വയ്ക്കുക. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മീൻ കയറി തുടങ്ങും. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇനി 5-10 മിനിറ്റ് ടൈം വെയിറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ഹുക്കിൽ പരലെല്ലാം കോർത്ത് സാധാ കഴിച്ചുകൊണ്ട് ഇട്ടായിരുന്നു. നമ്മളെന്തായാലും വെയിറ്റിംഗ് ടൈമിൽ ഓപ്പൺ ഹുക്ക് യൂസ് ചെയ്യാൻ എന്തായാലും വെറുതെ ആയില്ല. അപ്പോൾ മീനടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ റെഡിയാക്കടാ വെക്കുക. മുള്ളുണ്ടാവൂലേ മുള്ളു? അപ്പോഴേക്കും നമുക്ക് അടുത്ത മീനും അടിച്ച്. അപ്പോഴേക്കും ഞാൻ കുറച്ച് ദൂരെയായിപ്പോയി, നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. മഞ്ഞളല്ലേ അപ്പോഴേക്കും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച വലയുടെ അടുത്തേക്ക് പോകാൻ അല്പം വൈകി.
സൈഡിൽ കുടുങ്ങിയാൽ പിന്നെ കയറിയല്ലേ പഠിക്കുമ്പോൾ. ഒഴിവാക്കട്ടെ. നമ്മളെ കവർ കണ്ടു. ആ മഞ്ഞ കളറുള്ളല്ലേ? അതിൻ്റെ ഉള്ളിൽ നോക്കും അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം.